ഓക്കെ, അപ്പം നമ്മൾ ഇനി അടുത്ത സെക്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ആംഗുലർ ടെംപ്ലേറ്റ് ഫോംസ് എന്താണെന്ന് നോക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു ഹെഡർ നമ്മളിവിടെ നാവ് ബാർ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു യൂസർ നെയിം പാസ്വേഡും അതുപോലെ ലോഗിൻ ബട്ടൺ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഈ ഒരു സെക്ഷൻ, അതായത് രണ്ട് കൺട്രോൾ ബോക്സും ഒരു ബട്ടൺ എന്ന് പറയുന്നത് നമ്മളൊരു ഫോമിനകത്താണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഫോമാണ്. ഓക്കെ, ആ ഫോമിനകത്ത് നമുക്ക് 3 കൺട്രോൾസ് ഉണ്ട്. സോ ഇത് ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മൾ ആംഗുലർ ടെംപ്ലേറ്റിന്റെ ഫോംസ് നമ്മളിവിടെ യൂസ് ചെയ്യും. ഓക്കെ, സോ ഫോം പല രീതിയിലും വരാം. രജിസ്ട്രേഷൻ ഫോമിൽ എന്ന് പറയുന്നത് നമ്മളൊരു ഫോമിനകത്തായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോഗിൻ ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത് അതും ഒരു സെപ്പറേറ്റ് ഒരു ഫോമാണ്. സോ ഫോം പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോമിനകത്ത് നമ്മൾ ഓരോ എലമെന്റ്സിനും നമ്മൾ അതിൻ്റെ റിക്വയർമെന്റ്സ് എന്താണെന്ന് നമ്മൾ അവിടെ എഴുതി കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾക്ക് ഫോം ഗ്രൂപ്പ് ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. സോ ഫോം ഗ്രൂപ്പ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ സെയിം സാധനം ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാനിവിടെ ആംഗുലർ കോർ മാറ്റിയിട്ട് ഞാനിവിടെ ഫോംസ് എന്ന് പറഞ്ഞ സാധനം എടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ഒരു ഫോം എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ഫോം അറേ നെയിം, ഫോം കൺട്രോള്. നമുക്ക് വേണ്ടത് ഫോം ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഫോം ഗ്രൂപ്പ് ആണ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുതിയ വേരിയബിളിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ യൂസർ ഫോം. ഓക്കെ, യൂസർ ലോഗിൻ ചെയ്യാനുള്ള ഫോമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ ഫോം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ടൈപ്പ് നമ്മളിവിടെ കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഈ വേരിയബിളിന്റെ താഴെ നമുക്ക് ഇങ്ങനെ ഒരു ചുമന്ന ഒരു റെഡ് ലൈന് ഇവിടെ കാണാം. ഓക്കെ, അത് നമ്മളിവിടെ ഹോവർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർട്ടി യൂസർ ഫോം ഹാസ് നോ ഇനിഷ്യലൈസർ ആൻഡ് ഇസ് നോട്ട് ഡെഫിനറ്റ്ലി അസൈൻഡ് ഇൻ ദ കൺസ്ട്രക്ടർ. ഓക്കെ, ഇത് നമ്മൾ കൺസ്ട്രക്ടറിനകത്തോ അല്ലെങ്കിൽ നമ്മൾ ഇനിഷ്യലൈസറിനൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മളിവിടെ ഓർ ഇട്ടിട്ട് നമുക്ക് എനി എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വേരിയബിൾ നെയിമിന്റെ എൻഡിൽ നമ്മളിവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ യൂസർ ഫോം ഗ്രൂപ്പ് കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ നൾ ആയിരിക്കാം. അതിനാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസർ ഫോം എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ യൂസർ ഫോം എന്ത് ചെയ്യും, നമ്മളിവിടെ നാവിഗേഷൻ ബാറിനകത്ത് നമ്മളിവിടെ ഫോം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളിവിടെ സെറ്റ് ചെയ്യും. ഫോം ഗ്രൂപ്പ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഈ ഫോം ഗ്രൂപ്പ് ഇവിടെ റെഡ് ലൈൻ കാണിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റിയാക്ട് ഫോംസ് മോഡ്യൂൾ എന്ന് പറഞ്ഞ സാധനം നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അത് ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ ഫോം ഗ്രൂപ്പ്സും അതുപോലെ തന്നെ പല ടൈപ്പുള്ള ഫോംസും നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഫോം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിക്കകത്ത് നമ്മൾ യൂസർ ഫോം നമ്മൾ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ യൂസർ ഫോം നമ്മളിവിടെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫോമിനകത്ത് കുറേ എലമെന്റ്സ് ഉണ്ടല്ലോ, ഇൻപുട്ട് എലമെന്റ്. അതിന് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ഫോം കൺട്രോൾ നെയിം എന്ന് പറയുന്ന ഒരു സാധനം നമ്മളിവിടെ സെറ്റ് ചെയ്യണം. അതിവിടെ നമ്മൾ യൂസർ നെയിം എന്ന് പറയുന്ന പേര് കൊടുക്കണം. ഓക്കെ, സോ നമ്മൾ ഓരോ എലമെന്റിലും നമ്മളിങ്ങനെ ഫോം കൺട്രോൾ നെയിം എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ സെറ്റ് ചെയ്യണം. ഇവിടെയും ഫോം കൺട്രോൾ നെയിമും നമ്മൾ കൊടുക്കണം. ഇവിടെ നമ്മൾ പാസ്വേഡ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് 2 എലമെന്റേ ഉള്ളൂ, ഇൻപുട്ട് എലമെന്റ്. ബട്ടണിന് നമുക്ക് ഫോം കൺട്രോൾ നെയിം കൊടുക്കേണ്ട കാര്യമില്ല. അതിൽ നമുക്ക് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ബട്ടണിന് നമ്മളിവിടെ ക്ലിക്ക് മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ക്ലിക്ക് ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യണം. ബട്ടൺ ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റ്സിനൊക്കെ എല്ലാം നമ്മളിവിടെ ഫോം കൺട്രോൾ നെയിമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഫോം കൺട്രോൾ നെയിം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഓൺ ഇനിറ്റിനകത്ത് നമ്മളിവിടെ ഒരു സാധനം ചെയ്യണം. ഓക്കെ, സോ ഇംപ്ലിമെന്റ്സ് ഓൺ ഇനിറ്റ്. നമ്മൾ ng ഓൺ ഇനിറ്റിനകത്ത് നമ്മളെ ഫോം ഗ്രൂപ്പ് നമ്മളവിടെ സെറ്റ് ചെയ്യണം. this dot user form is equal to new form group എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ന്യൂ ഫോം ഗ്രൂപ്പിനകത്ത് നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് ആണ് ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്ന നമ്മളിവിടെ
ഫോം കൺട്രോൾ നെയിം യൂസർ നെയിം എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, യൂസർ നെയിം ആ സെയിം നെയിം തന്നെ ആയിരിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ഫോം കൺട്രോൾ നെയിം എന്താണോ അതായിരിക്കും നമ്മൾ ഈ ഒബ്ജക്റ്റിനകത്ത് നിൽക്കുന്നത്. അതിൽ നമ്മൾ ന്യൂ ഫോം കൺട്രോൾ, ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് പാരാമീറ്ററിൽ തന്നെ നമ്മൾ എംപ്റ്റി സ്ട്രിങ്, രണ്ടാമത്തെ നമ്മളിവിടെ വാലിഡേറ്റേഴ്സ് എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ യൂസ് ചെയ്യും. വാലിഡേറ്റേഴ്സ് നമ്മളിവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. കാരണം നമുക്ക് യൂസർ നെയിം ലോഗിൻ ചെയ്യുമ്പോൾ ഈ രണ്ട് സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് കോമ അടുത്തത് നമ്മളിവിടെ പാസ്വേഡിനും കൊടുക്കും. ഓക്കെ, നമ്മുടെ ഫോം കൺട്രോൾ നെയിം എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അത് നമ്മളിവിടെ പറഞ്ഞിവിടെ കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ന്യൂ ഫോം കൺട്രോള് എംപ്റ്റി സ്ട്രിങ്, ഇവിടെയും സെയിം തന്നെയാണ് വാലിഡേറ്റേഴ്സ് ഡോട്ട് റിക്വയർഡ്. ഓക്കെ, സോ യൂസർ നെയിം പാസ്വേഡ് മസ്റ്റ് ആയിട്ട് വേണം. ഇവിടെ നമ്മൾ ഓൺ ഇനീഷ്യലൈസിലാണ് നമ്മൾ പുതിയൊരു ഫോം ഗ്രൂപ്പിനകത്ത് നമ്മൾ ഓരോ കൺട്രോളേഴ്സിനും നമ്മൾ ഫോം കൺട്രോൾ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് കൊടുക്കേണ്ടത് അതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, NG ഓൺ ഇനിറ്റ് ഇവിടെ ആയി. ഇനി നമുക്കിവിടെ ലോഗിൻ ബട്ടണിൽ നമ്മളിവിടെ ഒരു ക്ലിക്ക് ഫംഗ്ഷൻ നമുക്കിവിടെ കൊടുക്കാം. ആ ക്ലിക്ക് ഫംഗ്ഷനകത്ത് ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഞാനിവിടെ പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അത് അവിടെ ഫംഗ്ഷന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ റെഡ് ലൈൻ ഇവിടെ കാണിക്കുന്നത്. എന്നിട്ട് ഈ ഓൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതായത് നമ്മുടെ യൂസർ ഫോം വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദിസ് ഡോട്ട് യൂസർ ഫോം വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, വാലിഡ് ആണെങ്കിൽ അത് സക്സസ് ആണെന്ന് അതിൻ്റെ അർത്ഥം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ console.log invalid form എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഏത് മെസ്സേജ് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഞാനിവിടെ console.logനകത്ത് ലോഗിൻ സക്സസ്. ഓക്കെ, സോ ഈ രണ്ട് സംഭവങ്ങൾ ഞാനിവിടെ സേവ് ചെയ്ത് വയ്ക്കുക. അപ്പം ഞാനിത് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് നമ്മൾ കൺസോളിനകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ലോഗിൻ സക്സസ് ആയെന്നാണ് അർത്ഥം. ഓക്കെ, അതായത് നമ്മളിവിടെ രണ്ടെണ്ണത്തിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് കൺട്രോളേഴ്സിനാണ് നമ്മളിവിടെ ഫോം കൺട്രോൾ നെയിം കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഒരെണ്ണം കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവാലിഡ് ഫോം, അതായത് ഞാനിവിടെ പാസ്വേഡ് എംപ്റ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഇവിടെ വാലിഡേറ്റേഴ്സ് റിക്വയർഡ് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ടെന്ന് കണ്ടോ? അതായത് എംപ്റ്റി സ്ട്രിങ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ എറർ അടിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നോൺ എംപ്റ്റി ആണെങ്കിൽ സക്സസ് ആവുന്നതാണ് എൻ്റെ അർത്ഥം. ഞാനിവിടെ റീഫ്രഷ് ചെയ്താൽ ഇത് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. കാരണം ഓൺ ഇനീഷ്യലൈസിനകത്ത് നമ്മളിവിടെ എംപ്റ്റി സ്ട്രിങ് ആയിട്ട് കൊടുക്കുക, അതായത് ഡീഫോൾട്ട് വാല്യൂ എംപ്റ്റി ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ആംഗുലർ ടെംപ്ലേറ്റ് ഫോം യൂസ് ചെയ്യുന്നത് രീതി. ഓക്കെ, സോ ഫോം ഗ്രൂപ്പ് വെച്ചിട്ടാണ് നമ്മളിവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ ആയിരിക്കണം നമ്മളിവിടെ സെറ്റ് ചെയ്തത്. സോ ഓരോ നമ്മൾ ആംഗുലറിനകത്ത് നമ്മൾ ഏത് ഫോം ആണെങ്കിലും നമ്മൾ ഫോം ഗ്രൂപ്പോ അല്ലെങ്കിൽ വേറെ ടൈപ്പുള്ള ഫോംസ് വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്ത് പോവാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ.